ഹായ് മച്ചന്മാരെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോനകത്ത് നോക്കാൻ പോകുന്നത് നമുക്കറിയുന്ന രണ്ട് യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ രണ്ട് യൂട്യൂബർ എന്ന് പറയാൻ പറ്റാത്ത ഒരു യൂട്യൂബറൊക്കെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ കളിക്കുന്ന മിക്ക ഫ്രീ ഫയർ മച്ചവർക്കും അറിയുന്നതായിരിക്കും. അക്ഷയ് AK സെടുന്നത്. ഓക്കെ, ടീം ലാവയുടെ ഓണറൊക്കെ ഗിൽഡിൻ്റെ ഓണറാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 1 മില്യൺ സബിൻ്റെ അടുത്തും കണ്ടൊക്കെ ആവാറായിട്ടുണ്ട് പുള്ളിക്കാരന്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് AW സ്വിച്ചിങ് കാര്യങ്ങളൊക്കെ ഹാക്ക് യൂസൊക്കെ അടിക്കുന്നുണ്ടെന്നും മിക്ക ആൾക്കാരും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഒരു ഫേമസ് ഗെയിമിംഗ് എന്ന പേരിലൊരു യൂട്യൂബറിനെ കണ്ടത്. ബെല്ലാറായി എന്നായിരുന്നു നേരത്തെ ഇയാളുടെ പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ പേര്. ആള് അക്ഷയനെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളൊരു ചെറിയ യൂട്യൂബറാണ്, എന്നാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഹാക്ക്. ഈ ഒരു ഹാക്കാണ് കേരള ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ അങ്ങോട്ട് മാറി കിട്ടും. ഈ ഒരു ഹാക്ക് യൂസ് ചെയ്തിട്ടാണ് കേരളത്തിലെ AW പ്ലേയേഴ്സ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്ന് പറയുന്നില്ല, ചുരുക്കം കുറച്ച് പേര് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ ഇതൊരു എമുലേറ്റർ ബൈപ്പാസ് ആണ്. ഓക്കെ, ഇതിന്റെ മോഡ് മെനു ഗെയിമിനകത്തല്ല വരുന്നത്, ഗെയിമിന് പുറത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിന്റെ ഡാറ്റ OBB ആയിട്ട് ഈ ഒരു മോഡ് മെനുവിന് ടച്ച് ഇല്ല. ഒരു മിനിറ്റ്, ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ മെനു എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓൺ ആക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് 2 സാധനങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ട്, സ്നൈപ്പർ സ്കോപ്പും അതേപോലെ സ്നൈപ്പർ സ്വിച്ച്. ഓക്കെ, സ്നൈപ്പർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സ്നൈപ്പർ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു സാധനം ഗെയിമിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം ഓൺ ആക്കിയിട്ട് ഗെയിം ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ആരും അറിയാൻ പോകുന്നില്ല. ഓക്കെ, സാധാരണ നമ്മൾ AW സ്വിച്ച് ചെയ്യുന്ന സമയത്ത് AW പിന്നിന്ന് എടുക്കുമ്പോൾ ഒരു ആനിമേഷൻ ഉണ്ടാവുമല്ലോ, ഇതിനകത്ത് ആ ഒരു ആനിമേഷൻ ഇല്ല. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആനിമേഷൻ ഇല്ലാതെ AW സ്വിച്ച് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു സാധനം യൂസ് ചെയ്താണ് കളിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വാചകങ്ങൾ പാനൽ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ അഗാധമായി സ്പർശിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവർ പാനൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് അത് കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്തേക്കുക. വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഒരു റീൽ ഇട്ടായിരുന്നു. ഓക്കെ, ഇൻസ്റ്റയിൽ മാത്രമൊന്നുമല്ല യൂട്യൂബിനകത്ത് ഇട്ടായിരുന്നു. എന്താ കാരണം, എന്താ AW വെച്ചിട്ട് സ്വിച്ച് ചെയ്യുന്ന ഹാക്ക് കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ എല്ലാവരും അക്ഷയ് AK സെറ്റിനെ മെൻഷൻ ആക്കുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. കുറെ പേര് എൻ്റെ ചോദിച്ചായിരുന്നു എൻ്റെ ഇന്ന് ഹാക്ക് വാങ്ങിയത് അക്ഷയ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ ഇന്ന് ഹാക്ക് വാങ്ങിയത് ആരാന്നുള്ളത് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ കുറെ പേര് നമ്മുടെ അടുത്ത് വേറൊരു സംഭവം ചോദിച്ചായിരുന്നു. അതായത് ഇത് ആരാന്നുള്ളത് പറയാത്തത് പേടി കാരണമാണെന്നുള്ളത്. ഓക്കെ, അത് പേടി കാരണമൊന്നുമല്ല, എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ ഞാനത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ മേലുള്ള ട്രസ്റ്റ് കൊണ്ടാണ്, അതായത് ഞാൻ ഈ സംഭവം ലീക്ക് ആക്കില്ല എന്നുള്ള ഒരു ട്രസ്റ്റ് കൊണ്ടാണ് അവർ എൻ്റെ നിന്ന് ഹാക്ക് വാങ്ങിയത്. ഞാനായിട്ട് അവരുടെ ഫാൻ ബേസ് കളയുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒറ്റ കാരണത്താലാണ് ഞാൻ ഈ സാധനം പുറത്ത് പറയാത്തത്, അല്ലാതെ എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ എൻ്റെ കുറെ ഹേറ്റേഴ്സ് ചോദിച്ചൊരു കാര്യമാണ്, നീ ഹാക്ക് സെയിൽ ചെയ്തിട്ട് പൈസ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഞാൻ ഒരിക്കലും ഹാക്ക് പെയ്ഡ് ആയിട്ട് സെയിൽ ചെയ്യുന്നില്ല. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ തൊട്ടേ പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ ഒരിക്കലും പാനലോ ഹാക്കോ ഒരു സാധനങ്ങളും പെയ്ഡ് ആയിട്ട് സെയിൽ ചെയ്യുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ റിയ AK സെറ്റ് എന്ന് പറഞ്ഞ ഏതോ ഒരുത്തി വന്നിട്ട് കമന്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു പുള്ളിക്കാരത്തി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഹാക്ക് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ആ യൂസ് ആക്കുന്നവരുടെ പേര് പറയണം, അല്ലാതെ കണ്ടവരുടെ മേലെ കുറ്റം കെട്ടിവെക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഞാൻ അക്ഷയുടെ പേരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബറിന്റെ പേരോ ആ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയാത്ത പക്ഷം ഇവർക്ക് ഇങ്ങനെ വന്ന് കമന്റ് ഇടേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, സത്യം പറഞ്ഞപ്പോൾ ആ ഒരു കുറ്റം ചെയ്യുന്നവർക്ക് അത് കൊണ്ടു, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ആ ഒരു വാക്കുകൾ പാനൽ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. അല്ല പിന്നെ. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം ഈ ഒരു ഫയലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതൊരു മെറ്റാഡാറ്റ ഫയലാണ്. ഓക്കെ, നമ്മൾ മുന്നേ കൊണ്ടുവന്ന ആ ഒരു ഡാറ്റ ഫയലിൻ്റെ സെയിം സംഭവം തന്നെയാണ് ഇതും. പക്ഷേ ഇതൊരു മെറ്റാഡാറ്റ ഫയലാണ്, അതൊരു ഡാറ്റ ഫയലാണ്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മെറ്റാഡാറ്റ ഫയലിൻ്റെ കാര്യം പറഞ്ഞു ഓർത്ത് അക്ഷയനെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മളതിൽ വ്യക്തമായ പ്രൂഫും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർത്തത്, ഞാൻ എന്നിട്ട് ആ ഒരു പുള്ളിക്കാരത്തെ കമന്റിന് റിപ്ലൈ കൊടുത്ത് പാനൽ യൂസ് ചെയ്യുന്നവർക്ക് അത് എന്തായാലും കറക്റ്റ് കൊണ്ടുണ്ടെന്ന് പറഞ്ഞപ്പം എന്നിട്ട് ആ ഒരു കമന്റ് ഞാൻ പിന്നീട് വെച്ചു. ഓക്കെ, ആ പിന്നീട് വെച്ചപ്പോൾ പുള്ളിക്കാരത്ത് എന്ത് കാട്ടി, ആ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇനി ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് അവൻ പാനലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാനലിൽ നിന്ന് കൊണ്ട് കമന്റ് ചെയ്യുക, അല്ലാത്തവർ അല്ലാന്ന് കൊണ്ട് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി അല്ലാന്ന് കൊണ്ട് കമന്റ് ചെയ്യുന്നവർക്ക് ആ ഒരു സംഭവം ഞാൻ പ്രൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, കുറേ കമന്റ് അതിനെപ്പറ്റി വരികയാണെങ്കിൽ ഞാൻ എന്തായാലും അത് എക്സ്പോസ് ചെയ്ത് കാണിച്ചു തരാം, അത് പാനലാണെന്നുള്ളതിൻ്റെ കറക്റ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, AW ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യുന്ന ഹാക്ക് അതിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. പിന്നെ AW ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യുന്ന ഹാക്കിൻ്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പം അത് കാണണമെന്നുള്ളവർ എന്നെ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എക്സ്പോസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആരെ യൂസ് ചെയ്യുന്നതെന്നും കൃത്യമായി പറയുന്നില്ല. പക്ഷേ യൂസ് ചെയ്യുന്ന സ്നൈപ്പർ സ്വിച്ചിങ് ഒക്കെയാണ് പറയുന്നത്, കൺഫേം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അക്ഷയൻ എക്സ്പോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ എക്സ്പോസ് അക്ഷയ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ഒരു വീഡിയോക്കകത്ത് കയറിയിട്ട്. ഞാനിപ്പോൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേമസ് ഗെയിമിൽ നിന്നാണ് ലൈക്ക് കാര്യങ്ങളൊക്കെ അടിച്ച് മാക്സിമം വീഡിയോനകത്ത് കയറി കമൻറ്റ് ഇടുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയനെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ.